ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസ് 1.14 ആണ്. +2 ഫിസിക്സ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടുമ്പത്തെ വീഡിയോസിൽ പല മോഡൽ പല ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. +2 ഫിസിക്സ് നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് വരും ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ നിന്ന് എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവണം. ഫുൾ മാർക്ക് A+ ഒക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E = 3 × 10⁻³ I cap ന്യൂട്ടൺ പെർ കൂളോം. എന്നിട്ട് എ പാർട്ട് രണ്ട് ക്വസ്റ്റ്യനുണ്ട്, എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എ പാർട്ട് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഫ്ലക്സ് ഓഫ് ദിസ് ഫീൽഡ് ത്രൂ എ സ്ക്വയർ ഓഫ് 10 cm ഓൺ എ സൈഡ് ഹുസ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദ YZ പ്ലെയിൻ എന്നാണ് എ പാർട്ട് പറയുന്നത്. ബി പാർട്ട് ആണെങ്കിലോ, വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സെയിം സ്ക്വയർ ഇഫ് നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ മേക്സ് എ 60° ആംഗിൾ വിത്ത് ദ X ആക്സിസ് എന്നാണ്. അപ്പോൾ നമ്മളെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകും. അതെന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയില്ലേ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. കോൺസെപ്റ്റ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിലൂടെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ എ പാർട്ട് ബി പാർട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ മക്കൾ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് 3 × 10⁻. വേണ്ട കാര്യങ്ങൾ ഇവിടെ ഫ്രീ അല്ലെങ്കിൽ സ്ക്രീനിൽ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ നല്ല ലാഗ്, അവൻ്റെ എക്സ്പ്ലനേഷൻ നല്ലോണം വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 3 × 10⁻³ I cap ആണെന്ന് പറയുന്നത്. നമുക്ക് വെക്ടറിനെ കുറച്ചുകൂടി നന്നായിരിക്കും, കാരണം ഇവിടെ ഡയറക്ഷൻ തരുന്നുണ്ട് I cap. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫിഗർ നോക്കി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനാണ് ഞാൻ ജസ്റ്റ് നമ്മൾ സാധനം XYZ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ XYZ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സിലേക്കാണുള്ളത്, അതാണ് വൈറ്റിൽ കൊടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇവിടെ എക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് X ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയർ ഇതാണ്. സ്ക്വയറിന് ഇവിടെ കൊടുത്ത് വെച്ചിട്ട് സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 10 cm ആണ് സൈഡ് വരുന്നത്. 10 cm ആണ് സൈഡ് വരുന്നത്. അപ്പോൾ പക്ഷെ അത് മാത്രമല്ല, അവൻ്റെ ഹുസ് പ്ലെയിൻ ഈസ് പാരലൽ ടു YZ പ്ലെയിൻ. അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതാണല്ലോ YZ പ്ലെയിൻ. ഈ YZ പ്ലെയിന് പാരലലായിട്ടാണ് ആര് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്? ആ സ്ക്വയർ വെച്ചിരിക്കുന്നത്. അതായത് ഇവനും നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവർ പരസ്പരം എന്തായിരിക്കും? പാരലലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫിഗറും ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഫ്ലക്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് ഏതാണ്? ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? φ = E വെക്റ്റർ ഡോട്ട് A വെക്റ്റർ, അല്ലെങ്കിൽ φ = A.B ആരാണ്? AB cos θ. അപ്പോൾ E.A ആരാണ്? EA cos θ എന്നുള്ള കേസ് നമ്മൾക്ക് വരും. അപ്പോൾ φ = EA cos θ. അപ്പോൾ വാട്ട് ഈസ് θ ഹിയർ? θ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇവിടെയാണ് അതാണ് മറ്റൊരു കോൺസെപ്റ്റ്. ഏരിയ വെക്ടർ എങ്ങോട്ടൊക്കെ ഉണ്ടാവുക? ഏരിയ വെക്ടർ കണ്ട ഇവൻ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ്, ഞാൻ ഒന്ന് മാറ്റി വരച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പ്ലെയിൻ ഉള്ളത്. ഇവൻ്റെ സൈഡ് 10 cm ആണ് ആയിക്കോട്ടെ. ഇവൻ്റെ ഏരിയ വെക്ടർ എന്താ? അത് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക. അത് നമ്മൾ എക്സിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഉണ്ടാവുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേ സമയം ആ കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫേസ് ആണ്. ഇതേ സമയം ആ പ്ലെയിൻ ഇങ്ങനെയാണെങ്കിലും ഉണ്ടായിരുന്നത് ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്കാണ്, മുകളിലോട്ടാണ് ഏരിയ ആരുണ്ടാവുക? ഏരിയ വെക്ടർ ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ പാരലൽ ടു YZ പ്ലെയിൻ എന്ന് പറയാൻ കാരണം എന്താണ്? അത് നമുക്ക് മനസ്സിലാക്കണം. എന്തിനാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത്? പാരലൽ ടു YZ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അവിടെ ഷെയ്ഡ് ചെയ്യുന്നത് കാണുന്നുണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എലോങ് എന്താണ്? X ഡയറക്ഷനാണ്. അപ്പോൾ ഒന്നുമില്ല മക്കളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനാണ്. സോ θ വിൽ ബി 0°. വേറൊന്നുമില്ല. അവർ ഈ പാരലൽ ടു YZ പ്ലെയിൻ എന്നൊക്കെ പറയുന്നത് അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ θ = 0° എന്ന് മനസ്സിലാക്കണം. ഇലക്ട്രിക് ഫീൽഡ് X ആണ്, നമുക്ക് I cap എന്ന് മനസ്സിലായിട്ടുണ്ട്. ഏരിയ വെക്ടർ അതിൻ്റെ സൈഡ് പ്ലെയിൻ ഈസ് പാരലൽ ടു YZ പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഏരിയ വെക്ടർ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇതുപോലെ ഉണ്ടാകും. ക്ലിയർ ആണോ? ഇന്ന് ബാക്കി നമ്മൾ ഇക്വേഷനിൽ കൊടുത്ത് നമ്മൾ A ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ എന്താണ് A ക്വസ്റ്റ്യൻ? ബാക്കി എന്താണ്? φ = EA cos θ. ഈൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁻³ ആണ്. ആണല്ലോ. ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏരിയ സൈഡ് 10 cm ആണ്. അത് സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10 cm എന്ന് പറയുമ്പോൾ എത്രയാണ് മീറ്റർ? 10 × 10⁻². അതായത് 10⁻⁻1 മീറ്റർ അല്ലേ? 10⁻⁻1 മീറ്റർ ആണ് ഒരു സൈഡ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എത്രയാണ്? അതിൻ്റെ സ്ക്വയർ എത്ര? 10⁻⁻1ൻ്റെ സ്ക്വയറിനെ ഡയറക്റ്റ് എഴുതിയ 10⁻². ക്ലിയർ ആണോ? 10 cm എന്ന് പറഞ്ഞാൽ 10 × 10⁻² മീറ്റർ, അല്ലെങ്കിൽ 10 × 10⁻² എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 10⁻1 ആണ് വരിക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 10⁻⁻1ൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻².
10⁻². പിന്നെ കോസ് തീറ്റൻ്റെ വാല്യൂ എത്രയാണ്? 0. കോസ് 0ൻ്റെ വാല്യൂ എത്രയാണ്? ഡയറക്റ്റായിട്ട് എഴുതാം 1. അപ്പോൾ 10³ ഉണ്ട്, 10⁻² ഉണ്ട്, 3 എത്രയാണ്? 3 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 ആണ് വരിക. അതായത് 10⁻1 ആണ് വരിക. ദാറ്റ് ഈസ് 3 × 10. 3 × 10 എന്ന് എത്രയാണ്? 30 Nm²/കൂളം. യൂണിറ്റ് അവിടെ ഞാൻ എഴുതുന്നില്ല, നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. യൂണിറ്റ് ഇല്ലാതെ ഒരു പ്ലസ് ടു ഫിസിക്സിൻ്റെ ഒരു ആൻസർ അവിടെ വെക്കാൻ നിൽക്കല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റ് ഉള്ളതാണ് ഷുവർ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. Nm²/കൂളോം അല്ലെങ്കിൽ വോൾട്ട് ഇൻറ്റു മീറ്റർ VM എന്നൊക്കെ അവിടെ യൂണിറ്റ് വരാം. ഫ്ലക്സിന് 2 യൂണിറ്റ് ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സിന് മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ അങ്ങനെ വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയുന്നത് വോൾട്ട് മീറ്റർ എന്നോ അല്ലെങ്കിലോ Nm²/കൂളോം എന്നോ നമുക്ക് അവിടെ യൂണിറ്റ് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ആ ഫിഗറിൻ്റെ ആ ഒരു ആംഗിൾ എടുക്കുന്നതാണ് അവിടെ കോൺസെപ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ഇതാണ് അവിടെ ആദ്യം അറിഞ്ഞിരിക്കണം. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു EA cos θ. മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ നമുക്ക് പിന്നീടുള്ള ചർച്ചയിലാകാം. ക്ലിയർ ആണോ? ഇനി ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താ? ബി പാർട്ടാണ്. ബി പാർട്ടിൻ്റെ കേസ് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? ബി പാർട്ട് എന്താ പറയുന്നത്? അവിടെ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തിരുന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കും മക്കളെ. അപ്പോൾ ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ടഫ്നെസ്സിനെ പറയും ഇങ്ങനെ വെറുതെ പഠിച്ചിട്ട് പോകാൻ നിൽക്കില്ല. പ്ലസ് ടു ഫിസിക്സ് ആണെന്നുള്ള ബോധം ഉണ്ടാവണം. അപ്പോൾ നല്ല ലെവൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ തീറ്റ എത്ര കൊടുക്കുക? 60 ഡിഗ്രി കൊടുക്കുക. E മാറുക, A മാറുക, അതിലൊന്നും ഒരു മാറ്റമില്ല. തീറ്റക്ക് ഒരു 60 കൊടുത്തിട്ട് എത്രയാണ് ആൻസർ വരിക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. A അതിലൊന്നും ഒരു മാറ്റമില്ല. A ഉണ്ട് ഒന്നും മാറ്റില്ല. കോസ് 60 എത്രയാണ്? കോസ് 60 1/8. അപ്പോൾ തന്നെ ആൻസർ ആയിട്ടുണ്ട്. അത് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ എനിക്ക് സന്തോഷമാവും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നല്ല ലെവലും വേണം എന്നുള്ള കുട്ടികളിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഷുവർ എത്തിക്കുക. അവർ അറിയാത്തതുകൊണ്ട് മിസ്സാവരുത്. അതുകൊണ്ട് NCERT എക്സൈസ് സീരീസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തുടർന്ന് പോകും. നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് വേണോ നിങ്ങൾ ഷുവർലി ഫോളോ അപ്പ് ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.